ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 മില്യൺ ഷെയ്ഡ്സ്. ഇന്ന് നമ്മൾ ഷെയ്ഡിങ്ങിൻ്റെ ഒരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണേ. നമ്മളിവിടെ വരയ്ക്കാൻ പോണത് ഒരു കണ്ണിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഞാനിവിടെ ഗ്രാഫൈറ്റ് പെൻസിൽസ്, ബ്രിസ്റ്റോൻ്റെ ഗ്രാഫൈറ്റ് പെൻസിൽസ് ആണ്. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഷീറ്റ് സ്കോളറിൻ്റെ ഡ്രോയിങ് ഷീറ്റാണ്. അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ കിടക്കാണ് സ്കെച്ചിങ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ആ കണ്ണ് നമ്മൾ വരച്ചെടുക്കുക, ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ബേസിക് ഷേപ്സ് മാത്രം നമ്മൾ ആദ്യം തന്നെ ഒന്ന് വരച്ചെടുക്കുക. ആ കണ്ണും പിന്നെ കണ്ണിൻ്റെ മുകളിലുള്ള ആ ഒരു ഐബ്രോസും ജസ്റ്റ് ആ ഒരു ഷേപ്പ് മാത്രം ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം, ഷെയ്ഡിങ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആദ്യം തന്നെ ഐബ്രോസാണ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്, ഇൻഡൻറ്റിങ് മെത്തേഡ് വെച്ചിട്ടാണ് ഐബ്രോസ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ചില പോർഷൻസിൽ ഇങ്ങനെ വൈറ്റ് ഹെയർസ് പോലെ ഉണ്ടാവുമല്ലോ പീരിങ്ങന്മ. അപ്പോൾ അത് നമ്മൾ ഒരു മഷി കഴിഞ്ഞ പാന വെച്ച് ആദ്യം വരച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ വൈറ്റ് ലൈൻസ് അവിടെ ഇങ്ങനെ നമ്മൾ മുകളിലേക്കൂടെ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ വിസിബിളായിട്ട് കാണും. അപ്പോൾ നമ്മൾ ആദ്യം ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ യൂസ് ചെയ്യണത് കളർ പെൻസിലാണ്, ഡോംസിൻ്റെ ബ്ലാക്ക് കളർ പെൻസിലാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിങ് മെത്തേഡാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ എങ്ങനെ ഷെയ്ഡ് ചെയ്യുക, ആദ്യം ലൈറ്റ് ഷെയ്ഡ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് മിഡ് ടോൺ ചെയ്യും, അത് കഴിഞ്ഞ് ഡാർക്ക് ടോൺ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ ഡാർക്ക് ടോൺസൊക്കെ ആദ്യം വരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പം അതിനായിട്ട് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ഈ കളർ പെൻസിലാണ്, ഡോംസിൻ്റെ ബ്ലാക്ക് കളർ പെൻസിലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാവുമ്പോൾ നമുക്ക് സ്മഡ്ജായി പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല ഡാർക്കായിട്ടുള്ള പോർഷൻസ് മാത്രം നമ്മൾ ഇങ്ങനെ കളർ ചെയ്തെടുക്കാം. ഈ ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ആ ഐബ്രോസ് ഫില്ല് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി മുമ്പ് നമ്മൾ ആ പാന വെച്ച് വരച്ചുകൊണ്ട് ആ വൈറ്റ് ലൈൻസൊക്കെ അതുപോലെ തന്നെ അവിടെ ഉണ്ട്. പിന്നെ ബാക്കി പോർഷൻസൊക്കെ ഇതുപോലെ ബ്ലാക്ക് ഈ കളർ പെൻസിൽ യൂസ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ഷാർപ്പൻ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഓരോ സ്ട്രാൻഡ്സ് ആയിട്ടാണ് ഞാൻ അവിടെ വരച്ചെടുക്കുന്നത്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ഡാർക്കറായിട്ടുള്ള ടോൺ കൊടുത്തു, നമ്മൾ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ടോൺ കൊടുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി പിരിക്കുന്ന മുകളിലുള്ള കുറച്ച് പോർഷൻസ് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടോൺ നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള പെൻസിൽ വെച്ച് കൊടുത്തിട്ട് അത് സ്മഡ്ജ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്മഡ്ജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കോട്ടനാണ്. സാധാരണ നമ്മൾ പഞ്ഞിയാണ് യൂസ് ചെയ്യണത്. എനിക്കിപ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് ഷെയ്ഡ് ആവേണ്ടെന്ന് തോന്നി പഞ്ഞി യൂസ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. അതുപോലെ ഇനി നെക്സ്റ്റ് നമ്മൾ ആദ്യം ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു, അതിന് ശേഷം നമ്മൾ ആ പിക്ക് നമ്മൾ എടുക്കുന്ന റെഫറൻസ് ഇമേജ് നമ്മൾ വാച്ച് ചെയ്തിട്ട് അതിലെവിടെയാണ് മിഡിൽ ടോൺ ഉള്ളതെന്ന് നോക്കുക, എന്നിട്ട് ആ മിഡിൽ ടോൺ കൊടുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഏറ്റവും ഡാർക്കറായിട്ടുള്ള പോർഷൻസ് നോക്കിയിട്ട് അത് കൊടുത്തു. അതിനുശേഷം നമ്മൾ കോമൺ ആയിട്ട് ആ ഏരിയ മൊത്തം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തെടുത്തു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു, മിഡിൽ ടോൺ മാത്രം നമ്മൾ എവിടേക്കാണ് വരണേന്ന് നോക്കിയിട്ട് ആ ഏരിയ മാത്രം മിഡിൽ ടോൺ കൊടുത്തെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പോർഷൻസും കൂടി ഷെയ്ഡ് ചെയ്തെടുക്കാം. കണ്ണിൻ്റെ ആ കൃഷ്ണമണിയാണ് ഇനി ഞാൻ ഷെയ്ഡ് ചെയ്യാൻ പോകണേ. അപ്പോൾ ആ കൃഷ്ണമണിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പോർഷൻ ഉണ്ടാവില്ല, അവിടെ നല്ല ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ അവിടെ ഞാൻ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കൊടുത്തു. പിന്നെ അതുപോലെ നമ്മൾ ഏറ്റവും ഡാർക്കായിട്ട് വരുന്ന ആ പോർഷനില്ലേ, അത് മാത്രം ആദ്യം ഈ പെൻസിൽ വെച്ചിട്ട് കളർ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി സാധാരണ പോലെ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തെടുക്കാം, ലൈറ്റ് ടോൺ കൊടുത്തെടുക്കാം. അപ്പോൾ കണ്ണിൻ്റെ ആ ഉള്ളിലുള്ള വെള്ള പോർഷനില്ലേ, അവിടെ ഫുള്ള് പ്യുവർ വൈറ്റ് ആയിരിക്കില്ല, അപ്പോൾ അവിടെ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പം അത് കൊടുത്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ കൃഷ്ണമണി ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യണ മെത്തേഡ് തന്നെ. സാധാരണ ആദ്യം ലൈറ്റ് ടോൺ കൊടുത്തു, പിന്നെ മിഡിൽ ടോൺ കൊടുത്തു, പിന്നെ ഡാർക്ക് ടോൺ, ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഈ കൃഷ്ണമണി ഞാൻ ഷെയ്ഡ് ചെയ്യണേ. അപ്പം നമുക്ക് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന ഒരു മെത്തേഡ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആദ്യം എല്ലാവരും ചെയ്യണ പോലെ ആദ്യം ലൈറ്റ് ടോൺ കൊടുത്ത്, പിന്നെ മിഡിൽ ടോൺ കൊടുത്ത്, പിന്നെ ഏറ്റവും ഡാർക്കായിട്ടുള്ള ടോൺ കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യാറുണ്ടത്. പക്ഷെ നമ്മൾ കുറേ വരച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ കുറേ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഏത് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ടോൺ കൊടുത്തതിന് ശേഷം ഹൈലൈറ്റ് വരുന്ന പോർഷനില്ല, വൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോർഷൻ, അത് ഞാൻ മോണോസീറോ ഇറേസർ വെച്ചിട്ടൊന്ന് മാച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് മിഡിൽ ടോൺ ആയിട്ടുള്ള പോർഷൻസ്
കുറച്ചുകൂടി ഡാർക്കറായിട്ട് വരുന്ന പോർഷൻസ് ഞാനിപ്പോൾ ഒരു 5B പെൻസിലാണ് എടുത്തേക്കണത്, അത് വെച്ചിട്ട് നമ്മൾക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഷെയ്ഡ് ചെയ്യുക, പിന്നെ ബ്ലെൻഡ് ചെയ്യുക. ഞാൻ ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്തിട്ടാണ് കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമണിയുടെ ആ പോർഷൻസ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ സ്ട്രോക്സ്, ഇങ്ങനെ കൃഷ്ണമണി കണ്ടിട്ടില്ല, ഇങ്ങനെ സ്ട്രോക്സ് ഇങ്ങനെ വര പോലെ ഉണ്ടാവും. അതുപോലെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ ഏറ്റവും ഡാർക്കറായിട്ടുള്ള പോർഷൻസ് കൊടുക്കാനായിട്ട് ഇവിടെ സ്റ്റേഡിലാറുണ്ട് 8B പെൻസിലാണ് യൂസ് ചെയ്യണത്. പിന്നെ അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്തേക്കണ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഐൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഐൻ്റെ ഫോട്ടോയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് ഇമേജ് നോക്കി വരച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് പഠിക്കാം. അപ്പോൾ ഈ ഫോട്ടോയും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി നോക്കാം. പിന്നെ ഇനി ഹൈലൈറ്റ് ഉള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മോണോസെറി ഇറേസറൊക്കെ വെച്ചിട്ടൊന്ന് മായ്ച്ച് കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ ഈ ഡ്രോയിങ്ങിനായിട്ട് യൂസ് ചെയ്യണ ഷെയ്ഡിങ് ടൂൾസിനെ കുറിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. കുറേ പേര് അതിനെക്കുറിച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കൃഷ്ണമണി ഓൾമോസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ആ കണ്ണിൻ്റെ ഉള്ളിലുള്ള പോർഷൻസ് കുറച്ചും കൂടി ഷെയ്ഡ് ചെയ്യാണ്ട് ആ വൈറ്റ് കാണുന്ന പോർഷൻസിൽ അതിങ്ങനെ പ്യുവർ വൈറ്റ് ആയിട്ടല്ല ഉണ്ടാവുക, ഈ സൈഡിലൊക്കെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ റെഫറൻസ് ഇമേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. ലൈറ്റ് ഷെയ്ഡുള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് അത് ഷെയ്ഡ് ചെയ്തിട്ട് പഞ്ഞി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ കണ്ണിൻ്റെ ആ തെറ്റത്ത് നമുക്ക് നല്ലൊരു ഡാർക്കർ ഷെയ്ഡ് വരേണ്ട അവിടെ നമ്മൾ ആ പിക്കിൽ നോക്കിയിട്ട് അതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഹൈലൈറ്റ് ഉള്ള പോർഷൻസ് നമ്മൾ ഷെയ്ഡ് ചെയ്യരുത്, അത് അതുപോലെ തന്നെ വൈറ്റ് ആയിട്ട് തന്നെ വെക്കണം, എന്നാലാണ് ആ ഒരു റിയലിസ്റ്റിക് ഫീല് കിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ബാക്കി കണ്ണിൻ്റെ പുറത്തുള്ള പോർഷൻസൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു, പിന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുത്തു, പിന്നെ അതിനൊക്കെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു, പിന്നെ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ചെയ്യണേ. ഞാൻ ബ്ലെൻഡിങ് ടൂൾ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോണത് ഐ ലാഷസ് ആണ്. അപ്പോൾ അതിലെ ഐ ലാഷസ് വരയ്ക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ തുടങ്ങണ സ്ഥലത്ത് നിന്ന് പ്രഷർ കൂട്ടിയിട്ട് പിന്നെ റിലീസ് ചെയ്യുക, അങ്ങനെയാണ് ഐ ലാഷസ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ചെയ്യണ പോലെ ആ ഒരു ഐ ലാഷസ് തുടങ്ങണ പോർഷൻസ് ഇത്തിരി പ്രഷർ കൊണ്ടുവന്നിട്ട് പിന്നെ റിലീസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് 2-3 ലാഷസ് വരയ്ക്കാം. എന്നിട്ട് പിന്നെ ഡയറക്ഷൻ ഓഫ് ആ ലാഷസിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് പോർഷൻസ് ലാഷസ് ഈ പോർഷനിലുള്ള ലാഷസ് ഇങ്ങോട്ടായിരിക്കും, ബാക്കി ലാഷസ് ഇപ്പുറത്തെ സൈഡിലേക്കായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലാഷസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ ആ ഒരു ഈ കോർണറുള്ള പോർഷൻസ് അവിടെ ഇത്തിരി ഡാർക്ക് ഷെയ്ഡാണ് വരണേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഷെയ്ഡ് കൊടുത്തെടുക്കാം. ബാക്കി അതുപോലെ താഴെയും ഷെയ്ഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ലൈറ്റ് ടോൺ കൊടുത്ത് മിഡിൽ ടോൺ കൊടുത്ത് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഫുള്ള് ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഡാർക്കറായിട്ടുള്ള പോർഷൻസ് ആ ഒരു ഷെയ്ഡ് സെയിം ഷെയ്ഡായിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചില സമയത്ത് നമുക്ക് ആ അത്ര ഡാർക്ക്നെസ് വരുത്താനായിട്ട് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ഇമേജിലുള്ള അതേ ഡാർക്ക്നെസ് വരുത്തിയാലാണ് ആ ഒരു റിയലിസ്റ്റിക് ഫീല് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം അത്ര ഷെയ്ഡ് വരുത്താനായിട്ട് നോക്കി നോക്കുക. പിന്നെ നമ്മൾ മുമ്പ് ഷെയ്ഡിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റിപ്പിംഗ് എന്ന് പറഞ്ഞ മെത്തേഡൊക്കെ ഇവിടെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കണ്ണിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഷെയ്ഡിങ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റിപ്പിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ കണ്ണിന് താഴേക്കുള്ള ഒരു ഇങ്ങനെ ഒരു ചുളിവ് അല്ലെങ്കിൽ ആ ഒരു പോഴ്സൊക്കെ ആ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ കണ്ണിന് താഴെയുള്ള പോർഷൻസ് ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് കണ്ണിന് താഴെയുള്ള ആ ഒരു ലാഷസും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് പോലെ തന്നെ വരയ്ക്കുകയാണ്. ആ ഒരു തുടങ്ങണ പോർഷനിൽ നിന്ന് പ്രഷർ കൊടുത്ത് പിന്നെ റിലീസ് ചെയ്ത് അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കുറച്ച് പോഴ്സൊക്കെ കണ്ണിന് താഴെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ മോണോസെറി ഇറേസർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു പോർഷൻസ് ഒരു പോഴ്സ് പോലെയൊക്കെ ആ കണ്ണിൻ്റെ താഴെ സ്കിന്നുമുള്ള പോഴ്സ് പോലെയൊക്കെ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്ത് വരയ്ക്കണമെങ്കിൽ
നന്നായിട്ട് വലുതാക്കി വരയ്ക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ അത്ര വലുതാക്കിയിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത തരത്തിൽ ഡീറ്റെയിലിംഗ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.